വന്നണിയുന്ന ആഘോഷങ്ങളെ വർണ്ണാഭമാക്കാൻ പുതിയ സ്റ്റോക്കുകളുമായി എടപ്പാൾ ചോയ്സ് വെഡ്ഡിംഗ് കാസിലും ഒരുങ്ങിക്കഴിഞ്ഞു. ഈ റംസാനും വിഷുവും ചോയ്സ് വെഡ്ഡിംഗ് കാസിലിനൊപ്പം ആഘോഷമാക്കൂ. ചോയ്സ് വെഡ്ഡിംഗ് കാസിൽ, ആമാനാമാൾ, എടപ്പാൾ. ലിയാഖത്ത് ബായ് മെമ്മോറിയൽ ക്രിക്കറ്റ് കാർണിവൽ 7.0 ഏപ്രിലിൽ സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ എടപ്പാളിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഫോറം ഗ്രൂപ്പും ഹാർമണി എടപ്പാളും സംയുക്തമായി നടത്തുന്ന ലിയാഖത്ത് ബായ് മെമ്മോറിയൽ ക്രിക്കറ്റ് കാർണിവൽ 7.0 ഏപ്രിൽ 20, 21, 27, 28 തീയതികളിലായി ഐലക്കോട് ലോർഡ്സ് അമിഗോസ് ക്രിക്കറ്റ് മൈതാനത്തിൽ വെച്ച് നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അപ്പോൾ എല്ലാ കൊല്ലം നടത്തി വരാറുള്ള കാർണിവൽ ഇക്കൊല്ലം നമ്മുടെ ബായിയുടെ മെമ്മോറിയൽ പേര് വെച്ചാണ് നടത്തുന്നത്. പുള്ളിയാണ് ഈ ക്ലബ്ബ് സ്ഥാപിച്ചത്, പുള്ളിയും കുറച്ച് പേരും കൂടിയിട്ട്. അപ്പോൾ ബായിയുടെ മെമ്മോറിയൽ നടത്താൻ വേണ്ടിയിട്ട് ഇക്കൊല്ലം നമ്മൾ ഏപ്രിൽ 20, 21, 27, 28 ഈ മലപ്പുറം ജില്ലയിലെ മിക്ക കളിക്കാരും പങ്കെടുക്കുന്ന ഒരു ടൂർണമെൻറ്റാണ്. അത് ഞങ്ങൾ ഭംഗിയായിട്ട് നമ്മുടെ ഫോറൻ മോളാണത് കംപ്ലീറ്റ് സ്പോൺസർ ചെയ്യിക്കുന്നത്. അതിനൊപ്പം കുറച്ച് പേര് വേറെ ആൾക്കാരുണ്ട്. 4 ടീമുകളിലായി 60ലധികം ക്രിക്കറ്റ് പ്രതിഭകൾ മാറ്റിവെക്കുന്ന ഈ ടൂർണമെന്റിൽ കളിക്കാരുടെ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയായി. കേരളത്തിന് പുറത്തും മറ്റ് സംസ്ഥാനങ്ങളിലും വിദേശ രാജ്യങ്ങളിലുമുള്ള ഹാർമണി അംഗങ്ങൾക്ക് ഏപ്രിൽ 20 വരെ മത്സരത്തിൽ പങ്കെടുക്കാൻ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. രജിസ്റ്റർ ചെയ്യുന്നവരെ നറുക്കെടുപ്പിലൂടെ ടീം ഉടമകൾക്ക് വിതരണം ചെയ്യും. നമ്മൾ മലപ്പുറം ജില്ല, ബോർഡർ ഓഫ് പാലക്കാട്, തൃശ്ശൂർ ജില്ലയിലെ പ്ലേയേഴ്സ് നമ്മുടെ ക്ലബ്ബിൽ രജിസ്റ്റർ ചെയ്യും ഈ ടൂർണമെന്റിന് വേണ്ടിയിട്ട്. എന്നിട്ട് അവരെ വെച്ചിട്ട് ലേലം വിളിയുണ്ട്. അപ്പം ഓരോ പ്ലേയേഴ്സിൻ്റെ വാല്യൂ നമുക്കറിയും. ആ വാല്യൂ വെച്ചിട്ട് നമുക്ക് അപ്പോൾ ഒരു ടീം, ഇപ്പോൾ ടീം ഓണേഴ്സ് ആ ഓണറിനെ, ആ പ്ലെയറിനെ നമ്മൾ ഇത്രായിരം രൂപയ്ക്ക് ലേലം വിളിച്ചെടുക്കുകയാണ്. അവർക്ക് ആർക്ക് വേണമെങ്കിൽ ജസ്റ്റ് ലൈക്ക് IPLൻ്റെ അതേ ആസ് പെർ റൂൾ. അപ്പോൾ ആ ലേലം വിളിക്കുമ്പോൾ ആ ക്ലബിന് നമ്മൾ ആ എമൗണ്ട് കൊടുക്കുകയാണ്. നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ആ ലേലം വിളി ഏപ്രിൽ 30 രാത്രി 9:30 ഇവിടെ ഈ സ്ഥലത്ത് മാർച്ച് 30. ശനിയാഴ്ച രാത്രി 9:30 നിലവിൽ രജിസ്റ്റർ കളിക്കാരുടെ ലേലം വിളി ആരംഭിക്കും. ഒരു ടീമിനെ പ്രതിനിധീകരിച്ച് 2 പേർക്ക് ലേലത്തിൽ പങ്കെടുക്കാം. എല്ലാ കളിക്കാരെയും 4 ടീമുകളിലായി ലേലം വിളിച്ചെടുക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് എടപ്പാൾ മണി, സെക്രട്ടറി CP സാദിഖ്, ഹാർമണി എടപ്പാൾ ചെയർമാൻ ഡോക്ടർ റിയാസ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ഈ പ്രാവശ്യത്തെ ടൂർണമെന്റ് പ്രത്യേകമായി നമുക്ക് എന്നെക്കാളും കൂടുതൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ലിയാഖത്ത് ബായിയെ കുറിച്ച്. നമ്മൾ എടപ്പാൾ പുറത്തേക്കൊന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ മിക്കവാറും ഒരു 60% ലിയാഖത്ത് ബായിയെ കാണാത്തൊരു ദിവസം ഉണ്ടാവില്ല. ഞാൻ ഏതെങ്കിലും സമയത്തൊരു ഗ്രൗണ്ടിൽ, അത് ഫുട്ബോൾ ആയിക്കോട്ടെ ക്രിക്കറ്റ് ആയിക്കോട്ടെ, ഏതെങ്കിലും ഒരു സ്പോർട്സ് നടക്കുന്ന ഒരു വേദിയിൽ പോയി കഴിഞ്ഞാൽ അവിടെ ലിയാഖത്ത് ബായിയുടെ ഒരു സാന്നിധ്യം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ വിയോഗം നമുക്കൊരു തീരാ നഷ്ടമാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായി ഈ ഒരു ടൂർണമെൻറ്റ് നമ്മൾ അദ്ദേഹത്തിൻ്റെ പേരിൽ നടത്താനും കൂടെ ഉദ്ദേശിക്കുന്നു. ഇതിലെത്തിയിട്ടില്ല. മലപ്പുറം ഏത് കളി നടക്കുമ്പോഴും ഈ മെഡിക്കൽ ടീമിൻ്റെ സേവനം ലഭിക്കാറില്ല. പക്ഷേ ഈ കളിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ആരോഗ്യ നികേതന ഹോസ്പിറ്റൽ നമുക്ക് 4 ദിവസവും മെഡിക്കൽ ടീമിൻ്റെ സേവനം തരികയാണ്. അതിന് നമുക്ക് പ്രത്യേകമായി അവരെ അഭിനന്ദിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഫോട്ടോയിൽ കാണുന്ന ആ വിരൽ ചൂണ്ടൽ തന്നെയായിരുന്നു അദ്ദേഹം നമ്മളെപ്പോഴും ഗൈഡ് ചെയ്തിരുന്നത്. ഗ്രൗണ്ടിൽ ഇറങ്ങിയിട്ട് നമ്മൾ ഓരോരുത്തരെയും പ്രോത്സാഹിപ്പിക്കുകയും ചീത്ത പറഞ്ഞിട്ട് കളിയിലേക്ക് കൊണ്ടുവരും. പിന്നെ റോഡിൽ പോകുന്ന ആൾക്കാരെ എല്ലാവരും, ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ അദ്ദേഹത്തിനായിട്ട് സൗഹൃദം പുലർത്തിയിരുന്നു. അതെല്ലാം നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യുക, ഇതിലൂടെ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെ എത്തിച്ചേർന്ന എല്ലാ പ്രസ് ആൾക്കാർക്കും നമ്മൾ നന്ദി അറിയിക്കുകയാണ്. ഇത് നല്ലൊരു വൻപിച്ച വിജയമാക്കണം. ഏപ്രിൽ 20, 21, 27, 28 അമിഗോസ് ഗ്രൗണ്ടിൽ വെച്ച്, ഐലക്കാട് ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ് ഈ ടൂർണമെൻറ്റ് സംഘടിപ്പിക്കുന്നത്.